അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. പഴമ്പാലക്കോട് നിവാസികളുടെ യാത്രാ ദുരിതം 3 പതിറ്റാണ്ടായി തുടരുന്നു. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ തകർന്നു തരിപ്പണമായ ആലത്തൂർ പഴമ്പാലക്കോട് പാതയിലൂടെയുള്ള യാത്ര നാട്ടുകാർക്ക് നരകതുല്യമാകുന്നു. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ആലത്തൂർ പഴമ്പാലക്കോട് പ്രധാന പാത ശാപമോക്ഷമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ 35 വർഷമായി കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെയാണ് പഴമ്പാലക്കോട് നിവാസികൾ യാത്ര ചെയ്യുന്നത്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. തരൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മന്ത്രിമാരും MLA-മാരും ഉണ്ടായിട്ടും ഈ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കണിച്ചുങ്കം പഴമ്പാലക്കോട് തോട്ടുമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ 1ാം റീച്ച് എന്നുള്ള നിലയ്ക്ക് 4 കോടി രൂപയുടെ ടാറിങ് ഏകദേശം കണിച്ചുങ്കത്തു നിന്ന് തുടങ്ങി, വൗളിയാപുരത്തു നിന്ന് തുടങ്ങി നമ്മുടെ കോഴിക്കാട് പ്രദേശത്ത് അവസാനിച്ചു. അതിനുശേഷം ഉള്ള ഒരു 5 കിലോമീറ്റർ ദൂരം വളരെ പരിതാപകരമായി കിടക്കുകയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഏകദേശം 34 കൊല്ലത്തോളമായി ഈ റോഡ് വളരെ ശോചനീയ അവസ്ഥയിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് 5 കോടി ഈ റോഡിൻ്റെ ഈ ഭാഗത്തും അത് അപ്പുറത്തെ ഭാഗത്ത് 4 കോടിയും പറഞ്ഞുകൊണ്ട് ബഹുമാന്യായ MLA വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അത് ഏറ്റെടുത്തത്. പക്ഷേ ഈ കാലമത്രയും ഇത് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയും അതിലുപരി ഈ കഴിഞ്ഞ മാർച്ച് മാസം 2-ാം തീയതി ബഹുമാന്യായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഇതിൻ്റെ 2nd റീച്ചിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയും കൂടി ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഏകദേശം ഏപ്രിൽ മാസം ഈ 3-ാം തീയതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലം അത്രയായിട്ടും ഇതിൽ ഒരു പണി പോലും നടത്താതെ ഇപ്പോൾ യാത്രക്കാർക്ക് സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ കുറച്ച് മെറ്റലിട്ട് ആ റോഡിനെ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തരൂർ മണ്ഡലം പ്രസിഡന്റ് അജിത്ത് പറഞ്ഞു. റോഡിന്റെ ബാക്കി ഭാഗം വരുന്ന തിരുവല്ലോമല പഞ്ചായത്തിൽ BMPC നിലവാരത്തിൽ നവീകരണം നടന്നപ്പോഴും പഴമ്പാലക്കോട് ഭാഗം അവഗണിക്കപ്പെടുകയാണ്. കുഴികളിൽ വീണുള്ള അപകടങ്ങൾ ഇവിടെ പതിവായിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. വലിയൊരു അപകടത്തിന് കാത്തുനിൽക്കാതെ അടിയന്തരമായ റോഡ് ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCV ന്യൂസ്, തിരുവല്ലോമല.